തിരുവനന്തപുരം കഴക്കൂട്ടം NH-ൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ആമ്പല്ലൂർ ജുമാ മസ്ജിദിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ സൈനിക് സ്കൂൾ, ക്രൈസ്നർ സ്കൂൾ തുടങ്ങിയ സ്കൂൾസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇവിടെ നിന്ന് കഷ്ടിച്ച് ഒരു 200-250 മീറ്ററിൽ ഈ പറഞ്ഞ സ്കൂൾസിലേക്കൊക്കെ എത്താൻ സാധിക്കും. നമുക്ക് കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം 230 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. പ്രോപ്പർട്ടിയിലേക്ക് 2-3 ആക്സസ് ഉണ്ട്. ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ കഴക്കൂട്ട സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു തമ്പുരാൻ ക്ഷേത്രം, ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് ആമ്പല്ലൂരിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം. ആ റോഡ് വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 230 മീറ്ററിൽ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. അതല്ല, ആമ്പല്ലൂർ ജുമാ മസ്ജിദിൻ്റെ അടുത്തൂടെ വഴിയിലൂടെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. നമുക്കിതാ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ഈ ഒരു വഴി വന്നിട്ട് ഒരു ടിപ്പർ കയറി വരുന്ന വഴിയാണ്. പക്ഷേ ഈ റോഡ് വന്നിട്ട് വീതി കൂടുന്നുണ്ടാവും. അപ്പോൾ അത് വീതി കൂടുമ്പോഴത്തേക്കും നമുക്ക് വലിയ ലോറി കയറി വരുന്ന രീതിയിലോട്ടുള്ള വഴിയാവും. ഇപ്പം നിലവിൽ നമുക്കൊരു ടിപ്പർ ലോറി കയറി വരുന്ന വീതിയുള്ള വഴിയാണ്. ഇതാ ഇവിടെ നിന്ന് ഒരു കഷ്ടിച്ച് ഒരു 10-15 മീറ്ററോളം ഉള്ളത്. അതുവരേക്കും നമുക്ക് നല്ല വലിയ വണ്ടി കയറി വരും. നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് 4 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. ഇതിൻ്റെ ഉടമ എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇവിടെ തൊട്ടടുത്ത് ക്രൈസ്നർ സ്കൂളിൽ പഠിക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവരുടേതായിട്ടുള്ള രീതിക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഫുള്ളായിട്ട് കോളം സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കതിൽ കാണാനും സാധിക്കും. എങ്ങനെയാ വെച്ചാൽ കോളം സ്ട്രക്ചറിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് കോസ്റ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അത് നല്ലതുപോലെ പൈസ മുടക്കി ചെയ്തൊരു വീടാണ്. ഇതാ ഇങ്ങനെ ഒരു ആർച്ചൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എൻട്രൻസ് വരുന്നത്. നമുക്കിവിടെ മുൻവശത്ത് ഒരു 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമ്മളിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടിക്ക് അത് കറണ്ട് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഫാൻസി ലൈറ്റുകളുടെ ഭംഗി എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. മുൻവശത്തുള്ള വാതില്, കട്ടള എല്ലാം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ നമ്മളൊരു കോമൺ സ്പേസിലേക്ക് പോയി. ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമുകളിലും നമുക്കിതുപോലെ കബോർഡെല്ലാം ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. നോക്കി, ഫുൾ ഹൈറ്റിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് റാക്ക് സെറാമിക്സ് പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാ ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു കോമൺ സ്പേസ് വരും. ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് ഒക്കെ സജ്ജീകരിക്കാം. വാഷ് ഏരിയ ആ ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. കിച്ചൺ വരുമ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. ഇതാണ് വീടിന്റെ ചുറ്റോട്ടം വരുന്നത്. ഈ രീതിയിൽ നമ്മുടെ ഒരു ബാക്ക് യാർഡ് വരും. എല്ലാവർക്കും കോമൺ ഏരിയയിലേക്ക് കണക്ഷൻ വരുന്ന രീതിയിൽ ഇതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരും. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂംസ് ഉണ്ട്. ഇതിലും കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ സെയിം ലേഔട്ട് തന്നെയാണ് മേളിലും അവലംബിച്ചിട്ടുള്ളത്. ഇതാ കാണുന്നത് പോലെ ഫസ്റ്റ് റൂം അവിടെ ആയിട്ട് വരും. നമ്മുടെ ആ കിച്ചൺ കഴിഞ്ഞിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് അടുത്ത ആ ഒരു ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. താഴ്ന്ന നിലയിൽ കണ്ടതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നമുക്ക് ആ റൈറ്റ് സൈഡിലായിട്ട് തന്നെ അടുത്തൊരു ബെഡ്റൂം വരും. ഇവിടെ എല്ലാം സീലിംഗിലൊക്കെ ലൈറ്റിങ്ങും ഒത്തിരിയധികം വർക്കുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പൊ ഇന്ന് കറണ്ട് ഇല്ലാത്തത് കാരണം നമുക്കത് കൃത്യമായിട്ട് അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നില്ല. അതുപോലെ ആ മേളിൽ ടവർ റൂം പോലെ മേളിൽ കയറിയിട്ട് അവിടെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടും. ടവർ റൂമായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തൊരു ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. മുൻവശത്തേക്ക് ബാൽക്കണി സ്പേസും ഉണ്ട്. നമുക്ക് ഈ ഒരു ബാൽക്കണി ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ്. ചുറ്റോട്ടം ഫുള്ളായിട്ട് വീടുകളുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. എടുത്തു പറയേണ്ട കാര്യം, സ്കൂൾസിനോടുള്ള സ്കൂളുകൾ തൊട്ടടുത്ത് ഇപ്പം നമ്മുടെ ആമ്പല്ലൂർ ജുമാ മസ്ജിദ് തൊട്ടടുത്ത് സൈനിക് സ്കൂള്, അതുപോലെ കിൻഫ്ര പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിലേക്കൊക്കെ ഈസി ആക്സസ് ആ രീതിയിൽ വരുന്ന ലൊക്കേഷൻ. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കുക. ഇതിന് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. എന്നു വെച്ചാൽ അവർക്ക് ഇതിൽ ശരിക്കും ഈ കോളം സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കോസ്റ്റ് ഈ പറഞ്ഞതിനെക്കാട്ടും കൂടുതലായിട്ടുണ്ട്. പിന്നെ അവർ സെയിൽ ആക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രൈസ് കോട്ട് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് പ്രോപ്പർട്ടി ഒന്ന് കാണുക. അതിനുശേഷം ഉടമയായിട്ട് തന്നെ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക.